ഹായ്, എല്ലാവർക്കും പുതിയൊരു OTT ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ OTT റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ചയിലും വരുന്ന ആഴ്ചയിലും റിലീസാകാൻ പോകുന്ന ഒരുപാട് OTT ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് സിനിമകൾ, അതായത് ഉസിരെ, നിഷാഞ്ചി, വേല, ഗെറ്റ് സെറ്റ് ബേബി, അങ്ങനെ ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സിനിമകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന സിനിമയാണ് DSAയുടെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയാണ് DSA. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഡൂഡിൻ്റെയും OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 17 റിലീസ് ചെയ്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മമിത ബൈജുവും പ്രദീപ് രംഗനാഥുമാണ്. 139 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ഇതോടെ ബോക്സ് ഓഫീസിൽ 100 കോടി അടിച്ചൊരു സിനിമയാണ് ഡൂഡ്. പ്രദീപ് രംഗനാഥിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണേൽ പറയാം. ചിത്രത്തെക്കുറിച്ച് അടിപൊളി പടമാണിത്. ഈ പടത്തിൻ്റെ OTTയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നവംബർ 14 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം അടിപൊളി ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങൾക്കൊരു നഷ്ടമാകത്തില്ല. അടിപൊളി സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ചിരിച്ച് മണ്ണ് തപ്പിയൊരു സീരീസിനെ കുറിച്ചാണ്. കല്യാണം ഡും ഡും എന്നൊരു സീരീസിനെ കുറിച്ചാണ്. ഈ സീരീസ് റിലീസായിരിക്കുന്നത് തേൻകൊട്ട എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തേക്കുന്നത്. ദേവിക ദാമുവും സിദ്ധുവും അഭിനയിച്ചിരിക്കുന്നു. ഒക്ടോബർ 31 ഇത് ഓൾറെഡി OTT റിലീസായിട്ടുണ്ട്. അടിപൊളി സീരീസാണ്. ഇപ്പോൾ ഒരുപാട് സീരീസുകൾ മലയാളത്തിലും തമിഴിലെല്ലാം വരുന്നുണ്ട്. അതിൽ കണ്ടതിലൊരു മികച്ചൊരു സീരീസാണ് കല്യാണം ഡും ഡും. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീരീസാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. അടുത്തായിട്ട് പറയുന്ന ഒരു കിടുക്കാച്ചി റൊമാൻറ്റിക് മൂവിയെക്കുറിച്ചാണ്. ഉസിറെ. നവീൻ ഡി ഗോപാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഉസിറെ. ഓഗസ്റ്റ് 1 സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇത് TJ അരുണാസലാമും ജനനി ഗുണശീലനുമാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 31 ആഹ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്. പടം അടിപൊളി റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. ഒരു ചെറിയൊരു നൈസ് പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായി OTT റിലീസിന് വേണ്ടി തയ്യാറാക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ കിടുക്കാച്ചി സിനിമയായ ബസൂക്ക സംവിധാനം ചെയ്തേക്കുന്ന ഡീനോ ഡെന്നീസാണ്. പടത്തിൽ മമ്മൂട്ടിയെ കൂടാതെ GVM ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ 10 റിലീസായ സിനിമയുടെ ദൈർഘ്യം വരുന്നത് 151 മിനിറ്റാണ്. പടം മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നവംബർ 10 മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു സിനിമയാണ്. ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടി കോംബോയിലെ ആദ്യത്തെ സിനിമയാണ് ബസൂക്ക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ OTT റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പടമാണ് വേല. ഒരു ആക്ഷൻ മൂവി പടമാണ്. പോലീസ് സിനിമയാണ്. വേലയിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, സണ്ണി വെയിന്, അതിഥി ബാലൻ എന്നിവരെയാണ്. 2023 നവംബർ 10 റിലീസ് ചെയ്ത പടം 2 വർഷമായിട്ട് റിലീസായിട്ടില്ല OTTയിൽ. ഈ മാസം പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സിലാണ് പടം റിലീസ് ചെയ്യുന്നത്. 148 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പോലീസ് ആക്ഷൻ സിനിമയാണ്. അടുത്ത OTT റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ശ്യാം മോഹൻ, ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം നവംബർ 10 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബൈസൺ സിനിമയെക്കുറിച്ചാണ്. മാരി ശെൽവരാജിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ബൈസൺ. ഇതിൻ്റെ അകത്ത് ധ്രുവ് വിക്രമാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 17 റിലീസ് ചെയ്ത് 12 ദിവസം കൊണ്ട് 50 കോടി കളക്ട് ചെയ്ത സിനിമയാണ് ബൈസൺ. ഇതിൻ്റെ അകത്തൊരു കബഡി പ്ലെയർ ആയിട്ടാണ് ധ്രുവ് ആക്ട് ചെയ്യുന്നത്. ഈ പടം 19 നെറ്റ്ഫ്ലിക്സിൽ നവംബർ മാസം 19 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ല ഗംഭീരം പടമാണ്. മാരി ശെൽവരാജിൻ്റെ പടമാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി. രണ്ടാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പടമാണ് പാതിരാത്രി.
ഒക്ടോബർ 17 റിലീസ് ചെയ്ത പടം ഡയറക്റ്റ് ചെയ്തേക്കുന്ന റെദീനയാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്ന നവ്യ നായരും സൗബിനുമാണ്. 125 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം. ഒക്ടോബർ 17 റിലീസായ പടം ആമസോണിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നവംബർ പകുതിയോടെ ആമസോണിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പടമാണ്. പോലീസ് സ്റ്റോറിയാണ് പടം. സൗബിനും നവ്യ നായരുമാണ് മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ലേഡി സംവിധായികയാണ് പടത്തിൻ്റെ. റദീനയാണ് ഇതിൻ്റെ സംവിധായിക. നല്ലൊരു പടമാണ്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോമഡി ചിത്രമാണ്. ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിച്ച പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ പടത്തിൻ്റെ ഡയറക്ടർ പ്രണീഷ് വിജയനാണ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, ശ്യാം മോഹൻ, ജോമോൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. 118 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ഒക്ടോബർ 16 റിലീസായി ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി നവംബർ മാസം പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു കോമഡി ചിത്രമാണ്. ഷറഫുദ്ദീൻ്റെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു നല്ലൊരു ചിത്രമാണ് ഈ പടം. പിന്നെ ഷറഫുദ്ദീനെ കൂടാതെ അനുപമയും ജോമോനും ഒക്കെയാണ് ഈ പടത്തിൽ പിന്നീട് അഭിനയിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പടമാണ് ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. ഷൈൻ നിഗം നായകനായിട്ട് അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ണി ശിവലിംഗമാണ്. 26 സെപ്റ്റംബറിലാണ് പടം റിലീസായത്. 154 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം. ഷൈൻ നിഗത്തെ കൂടാതെ ശാന്തനു, ഭാഗ്യരാജ്, പ്രീതി, അൽഫോൺസ് പുത്രൻ, പൂർണിമ ഇന്ദ്രിജിത്ത് എന്നിവർ അഭിനയിച്ചൊരു പടമാണിത്. പൂർണിമ ഇന്ദ്രിജിത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം അഭിനയിച്ചൊരു ചിത്രം എന്നൊരു പേര് കൂടി ഈ ചിത്രത്തിനുണ്ട്. കബഡി പശ്ചാത്തലമാക്കി നിർമ്മിച്ചിരിക്കുന്ന ചിത്രമാണിത്. ഇത് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഈ പടത്തിൻ്റെ കഥ നടക്കുന്നത്. അത് കാരണം തമിഴും ഡയലോഗും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം ഈ പടത്തിൽ. ഷൈൻ നിഗത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നല്ലൊരു സിനിമയാണ് ബൾട്ടി. നല്ല സ്പോർട്സ് മൂവിയാണ്. നല്ല ഇൻസ്പിറേഷൻ കിട്ടുന്നൊരു സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ തരക്കേടില്ലാതെ കൂടിയൊരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ഒരു നഷ്ടവും തോന്നില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സിനിമ മനോരമ മാക്സിൽ സെപ്റ്റംബർ ലാസ്റ്റോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത OTT റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി. ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ശ്യാം മോഹൻ, ജോണി ആൻ്റണി, ചെമ്മൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നിശാഞ്ചി എന്നൊരു ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. ഇത് അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്തൊരു കിടുക്കാച്ചി ഡ്രാമ ത്രില്ലർ സിനിമയാണ് നിശാഞ്ചി. സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഐശ്വര്യയും വേദിക പിൻഡോയുമാണ്. 177 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. ചിത്രം ആമസോണിൽ ഇപ്പോൾ ലഭ്യമാണ്. ചിത്രം കിടുക്കാച്ചി സിനിമ എന്ന് വെച്ചാൽ കിടുക്കാച്ചി സിനിമ. അടിപൊളി ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള OTT റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ വണക്കം.